Hello guys, welcome back again. So ലാസ്റ്റ് ഫുഡ് ചാലഞ്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഞാൻ ബ്രേക്ക് എടുത്തു. കുറച്ച് ബ്രേക്ക് എടുത്തു ഗൈസ്. തിരക്കാണ്. ഒന്നാമത് ജോബ് ലൈഫ് എല്ലാം ആയിട്ട് ഡെയിലി വ്ളോഗ് എടുക്കാനൊന്നും പറ്റുന്നില്ല. ആഴ്ചയിൽ വീക്കെൻഡിൽ ജസ്റ്റ് ഒരു സമയം കിട്ടിയാൽ അതിൽ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്, ഞാനങ്ങനെ അഡ്വൈസ് ചെയ്യാനൊന്നും അത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയൊന്നുമല്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ അബൌട്ട് ഹൗ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. സോ യൂട്യൂബിനെ കുറിച്ച് ഞാൻ അത്ര ഒരു ബോധേഡായിരുന്നില്ല കഴിഞ്ഞ സമയത്തൊന്നും. പക്ഷേ ഇപ്പോൾ എനിക്ക് യൂട്യൂബിനെ കുറിച്ചിട്ട് ഞാൻ തന്നെ ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ യൂട്യൂബിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി റിസർച്ച് ചെയ്യാൻ തുടങ്ങി. സോഴ്സ് അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങി, ഇവിടെ നിന്ന് എടുക്കാൻ തുടങ്ങി. സോ അറ്റ്ലീസ്റ്റ് ഐ ഹാവ് ലിറ്റിൽ ബിറ്റ് ഇൻഫർമേഷൻ അറ്റ് ദ മൊമെൻറ്റ്. സോ എനിക്ക് നിങ്ങളോട് എൻകറേജ് ചെയ്ത് പറയാനുള്ളത്, വൈ ഡോണ്ട് യു സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ. സോ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് കുറച്ചൊരു എഫേർട്ട് എടുത്താൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ മിക്കവാറും നാട്ടിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് കുട്ടികളും എല്ലാവരും ഉള്ള ആൾക്കാർ രാവിലെ കുട്ടികളെ സ്കൂളിൽ അയച്ച് അതിനുശേഷം അവർ ഫ്രീ ആയിരിക്കുക, കുട്ടികൾ വരുന്ന ടൈമിൽ വരെ ഫ്രീ ആയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആക്ടിവിറ്റീസ് നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾ വീട്ടിൽ നടക്കുന്ന ആ ആക്ടിവിറ്റീസ് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഫോൺ, നിങ്ങൾ കൂടുതൽ എക്സ്പെൻസീവ് ഫോൺ വേണമെന്നില്ല, ടൂൾസ് വേണമെന്നില്ല, അങ്ങനെയൊന്നും ഒരു കണ്ടീഷൻസ് കാര്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളെ ഹാപ്പനിങ്സ്, നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കുക്കിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ആക്ടിവിറ്റീസ്, ഡേ ഇൻ ലൈഫ്, അതൊന്ന് നിങ്ങളൊന്ന് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിലൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ആ ഒരു സിമ്പിൾ കാര്യം നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫേസ് റിവീൽ ചെയ്യണമെന്നില്ല, നിങ്ങളെ വോയിസ് വേണമെങ്കിൽ റിവീൽ ചെയ്യണമെന്നില്ല, നിർബന്ധമില്ല. അതൊന്നും നിങ്ങൾ ഒരു യൂട്യൂബ് അക്കൗണ്ട്, ജിമെയിൽ അക്കൗണ്ട് എടുക്കുക. ജിമെയിൽ അക്കൗണ്ട്, യൂട്യൂബ് ക്രിയേറ്റ്. ഇപ്പം നമ്മുടെ നാട്ടിൽ യൂട്യൂബ് യൂസ് ചെയ്യാത്ത അറ്റ്ലീസ്റ്റ് 99.9% ആൾക്കാരും യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ വളരെ ചെറിയ ഒരു പഴയ ജനറേഷൻ ആൾക്കാരല്ലാതെ ബാക്കി മുഴുവൻ ആൾക്കാർ ഇപ്പോൾ യൂട്യൂബ് ചെയ്യുന്നുണ്ട്, വീഡിയോ കാണാനെങ്കിലും സോങ് കേൾക്കാനാണെങ്കിലും. സോ ഞാൻ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്, ഞാനൊരു ഉപദേശിക്കുകയാണ്, ഞാൻ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, ആ രീതിയിൽ എടുക്കണ്ട. ഒരു പോസിറ്റീവായിട്ടൊരു രീതിയിൽ എടുക്കുക. കാരണം യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും. ആ ഒരു നമ്മുടെ നാട്ടിലൊരു ടോട്ടലി ഒരു മെൻറ്റാലിറ്റിയാണ്, യൂട്യൂബ് വീഡിയോ ഇടാൻ തുടങ്ങി അവർക്ക് പൈസ കിട്ടും. പൈസ എന്നുള്ളത് നിങ്ങളെ മൈൻഡിൽ നിന്ന് എടുക്കുക. അറ്റ്ലീസ്റ്റ് ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ മൈൻഡിലുള്ള, നിങ്ങളുടെ ഉള്ളിലുള്ള, നിങ്ങൾ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ ക്രിയേറ്റിവിറ്റി പല ആൾക്കാരിലും നമ്മുടെ നാട്ടിൽ കാണാനുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ ലൈഫ് സിറ്റുവേഷന് അല്ലെങ്കിൽ അവരെ ഫാമിലി സാഹചര്യം അനുസരിച്ചിട്ട് അത് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. സോ ജസ്റ്റ് റെക്കോർഡ് വാട്ട് എവർ യു ഹാവ്. പല ആൾക്ക് കുക്കിങ്ങിനുള്ള നല്ല സ്കില്ലുണ്ടാവും, ചില ആൾക്ക് റെക്കോർഡിങ്ങിന് സ്കില്ലുണ്ടാവും, ചില ആൾക്ക് ക്രാഫ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും, ചില ആൾക്ക് നാച്ചുറലിനോട് ഫോട്ടോഗ്രാഫിയോടുള്ള കഴിവുണ്ടാവും. എന്തെന്ന് വെച്ചാൽ ജസ്റ്റ് റെക്കോർഡ്. അത്ര പെർഫെക്ഷൻ ഒന്നും വേണമെന്നില്ല. യൂട്യൂബിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ അല്ല, കൺസിസ്റ്റൻസിയാണ്. ഐ മീൻ നല്ല ഹൈലൈറ്റായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുക, ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തിട്ട് പിറ്റേന്ന് തന്നെ ഒരു 2 മാസം കഴിയുമ്പോൾ തന്നെ പൈസ വരും, അങ്ങനെയൊന്നും തിങ്ക് ചെയ്യേണ്ടേ വേണ്ട. കീപ്പ് ഡൂയിങ്. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് കൺസിസ്റ്റൻ്റ് ആയി ചെയ്തെടുക്കുക. അല്ലാതെ ഇന്നൊരു വീഡിയോ ഇട്ട് എന്നൊരു 4-5 മാസം കഴിഞ്ഞിട്ട് വീഡിയോ ഇടുന്നില്ല, അതിൽ എൻഗേജ് ആകുന്നില്ല, എഫേർട്ട് കാണുന്നില്ല. യൂട്യൂബിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻസിയിൽ ചെയ്യുന്നുണ്ടോ എന്നാണ് യൂട്യൂബ് നോക്കുന്നത്. ആ എഫേർട്ട്, നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചിട്ടുള്ള ആ ഒരു പ്രോത്സാഹനം യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായി? ഇപ്പം എനിക്കിപ്പോൾ ഒരു വെരി ഷോർട്ട്, ഞാൻ ഇപ്പോൾ എൻഗേജ് ആയിട്ട് തുടങ്ങിയിട്ട് 1 മാസം കൂടി ആയിട്ട് ഞാൻ പണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വീഡിയോ ഇടും, എപ്പോഴിങ്ങനെ നോക്കും, നമുക്ക് അതിനെക്കുറിച്ചൊരു താല്പര്യം ഉണ്ടായിട്ട്. പക്ഷേ ഇപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് താല്പര്യമുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊരു ഫ്രണ്ട്ലി ആയിട്ട് പറയാൻ പറ്റുന്നത്, എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ജസ്റ്റ് സ്റ്റാർട്ട് ടുഡേ, ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്. ഇനിയും വെയിറ്റ് ചെയ്താൽ അത് ചിലപ്പോൾ ടു ലേറ്റ് ആയിപ്പോകും. കാരണം ഇപ്പോൾ ടിക്ടോക്ക് കാര്യങ്ങളെല്ലാം വന്ന പോലെ ഒരു കാര്യം ഒരിക്കൽ വരും, പിന്നെ ഒരു ട്രെൻഡ് ഔട്ടായിട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ യൂട്യൂബ് ഇന്ന് തുടങ്ങും, ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ ഈ ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ യൂട്യൂബ് മോണിറ്റൈസ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഇൻകം വരാൻ പറ്റും.
സോ നിങ്ങളതിന് പ്രിപ്പയർ ചെയ്യേണ്ട, നിങ്ങളതിനൊരു വലിയൊരു ചാലഞ്ചാക്കി എടുക്കേണ്ട, സ്ട്രെസ് എടുക്കണമെന്നില്ല, അത്ര പെർഫെക്റ്റ് ആക്കണോ ചെയ്യണമെന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ വീട്ടിൽ നടക്കുന്ന ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ബോൾഡ് ചെയ്തിട്ട് അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് കുറച്ചും ഒരു എഫേർട്ട് എടുക്കേണ്ടതായിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ കുക്കിങ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ളൊരു കുറച്ചൊരു കാണാനൊരു ഭംഗിയുള്ള ഒരു വൃത്തിയുള്ള ഒരു പാത്രം കാര്യം എടുക്കുക, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു 0.5% എഫേർട്ട് ഇട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. സോ അതാണ് എൻ്റെ ഒരു ഫ്രണ്ട്ലി റിമൈൻഡർ എന്ന് പറയുന്നത് നിങ്ങളോട്. സോ മെനി ആൾക്കാർ ഒരേ ഒരു ഇൻകത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളെ നാട്ടിൽ കഴിയുന്നുണ്ട്. ഓൺലി ഭർത്താവ് അല്ലെങ്കിൽ ഏട്ടന് അല്ലെങ്കിൽ അനിയന് അനിയത്തി ചേട്ടന് ഒരേ ഒരു ഇൻകം ഡിപ്പെൻഡ് ചെയ്തിട്ട് കഴിയുന്ന ഒരു ഫാമിലിക്ക് ചിലപ്പോൾ ഒരു സപ്പോർട്ട് ആയിക്കോണമെന്നില്ല. നെക്സ്റ്റ് ഇയർ അല്ല, ഒരു നെക്സ്റ്റ് ഇയർ ഒരു 1 ഇയറിൽ എഫേർട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്തായാലും അത് മോണിറ്റൈസ് ആവാതിരിക്കില്ല. കാരണം ഞാൻ കുറേ ഇങ്ങനെ ഫാമിലി അത്ര വലിയൊരു HD വീഡിയോ ഒന്നും ഇടാത്ത ഫാമിലി കുറേ ഞാൻ ശ്രദ്ധിച്ചു. യൂട്യൂബ് ചാനൽ ഗ്രേറ്റ്, ദേ ആർ ഡൂയിങ് റിയലി ഗ്രേറ്റ്. മോർ ദാൻ 300,000-400,000 സബ്സ്ക്രിപ്ഷൻസിനും അവർ മില്യൺ ഓഫ് വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. സോ അറ്റ്ലീസ്റ്റ് സംതിങ് യു ക്യാൻ സപ്പോർട്ട് യുവർ ഫാമിലി. സോ സ്റ്റാർട്ട് ടുഡേ. ഞാൻ യൂട്യൂബ് തുടങ്ങിയത് എനിക്കൊരു ഇൻകം വേണം, എനിക്ക് യൂട്യൂബിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കണം എന്നല്ല. കാരണം എനിക്ക് ഈ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി, ഫോട്ടോ എടുക്കുന്നതിനെ കുറിച്ചൊരു എനിക്കൊരു ക്രേസ് ഉണ്ട് എൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ. അപ്പോൾ എനിക്കത് നോർമലി എൻ്റെ ഒരു ജനറേഷനിൽ അത് പുറത്തെടുക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം എനിക്കുണ്ടായിട്ടാണ്. സോ എൻ്റെ മെയിൻ എയിമാണ് എനിക്കതൊരു പ്ലാറ്റ്ഫോം, യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോം കിട്ടി അതിലെൻ്റെ സ്കില്ല് 4 ആൾ കാണിക്കുക എന്നേ ഉള്ളൂ. അല്ലാതെ മൈൻഡിൽ മണി എന്ന് വെച്ചിട്ട് പോയാൽ ദാറ്റ്സ് നോട്ട് ഈസി. അതുമല്ല നിങ്ങൾക്കതൊരു സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നില്ല, നിങ്ങളെ ഇത്ര എഫേർട്ട് ചെയ്ത വീഡിയോസിന് വ്യൂസ് കിട്ടുന്നില്ല എന്നൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കൊരു ഫ്രസ്ട്രേഷൻ വരും. അതുകൊണ്ട് അതൊരു സ്ട്രെസ്സിനൊരു വഴിയായിരിക്കും. കാരണം സോ ആ ഒരു രീതി നിങ്ങളെ മൈൻഡിൽ നിന്ന് ഒഴിവാക്കാം. നിങ്ങൾക്കൊരു ഹോബി അല്ലെങ്കിൽ നിങ്ങളൊരു കഴിവ് നിങ്ങളെ 4 പേരെ കാണിക്കണം എന്നുള്ള ഒരേ ഒരു എയിം വെച്ചിട്ട് മുന്നോട്ട് പോവുക. ഡെഫിനറ്റ്ലി ഇപ്പോൾ നോക്കൂ, ഞാൻ തുടങ്ങുമ്പോൾ എനിക്കൊരു 40-50 സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഐ ഹാവ് ഓൾറെഡി 1150 സബ്സ്ക്രിപ്ഷൻ. ദാറ്റ്സ് നോട്ട് ടു മച്ച്, ബട്ട് ഇൻ ദിസ് ഷോർട്ട് പീരീഡ് ദാറ്റ്സ് എ ലോട്ട്. സോ ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. സോ അങ്ങനെയാണ് അത്. ഒരു ദിവസം ഇങ്ങനെ നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്യുമ്പോൾ ഏത് കാര്യമായെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സോ അതാണ് എൻ്റെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് യുവർ യൂട്യൂബ് ചാനൽ ടുഡേ ആൻഡ് ഡു വാട്ട് എവർ യു ജസ്റ്റ് മേക്ക് അറ്റ് ഹോം. യു ഡോണ്ട് ഹാവ് ടു മേക്ക് എനി സ്പെഷ്യൽ എഫേർട്ട്. വീട്ടിൽ പതിവായി ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ ക്ലീനിങ് ഷെഡ്യൂളോ അല്ലെങ്കിൽ നിങ്ങൾ കുക്കിങ്ങോ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള സ്നാക്ക് പ്രിപ്പറേഷനോ അല്ലെങ്കിൽ കുട്ടിയെ ചെറിയ കുട്ടിയെ ക്ലീൻ ചെയ്യുന്നതോ അങ്ങനെയുള്ള വളരെ സിമ്പിളായ കാര്യം ഒരു 10-15 മിനിറ്റോ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ. സോ അതാണ് എൻ്റെ ഒരു ചാനലിൻ്റെ എനിക്കൊരു മെയിൻ എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ചെറിയ യൂട്യൂബ് തുടങ്ങിയിട്ട് അവിടെ സ്റ്റക്കായ കുറേ എൻ്റെ പൊങ്ങച്ചം പറയുന്നതല്ല, എൻ്റെ ഒരു ചാനൽ കുറച്ചും കൂടി റീച്ച് ആയാലും അങ്ങനെയുള്ള കുറച്ചാളെ പിക്ക് ചെയ്തിട്ട് അവർക്കൊരു പ്രൊമോഷൻ കൊടുക്കണം, അവരൊരു നല്ലൊരു യൂട്യൂബറാക്കി മാറ്റണം എന്നൊക്കെ കുറേ പ്ലാനൊക്കെ ഉണ്ട്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോസ്. സോ ഗൈസ്, ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്. സോ സ്റ്റാർട്ട് ഫ്രം ടുമോറോ. സോ അങ്ങനെ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അവരെൻ്റെ കമൻറ്റ് സെക്ഷനിൽ എന്നെ മെൻഷൻ ചെയ്യൂ. ഐ വിൽ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ആസ് മച്ച് ഐ ക്യാൻ. So thank you so much, and thank you for watching and supporting me again. So see you next time.